രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തോന്നല് അമ്പലത്തിൽ പോയാലോന്ന്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു ഉണ്ണിയോൾ സ്കൂളിൽ പോയി അതുകൊണ്ട് അവരില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അമ്പലത്തിൽ പോകേണ്ടി ഇറങ്ങിയിട്ടാ. നമ്മളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റിട്ടേൺ പോന്നു. അങ്ങനെ എന്താ റിട്ടേൺ വരുന്ന വഴിക്ക് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അതെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ എത്തി കുറച്ചേരൊക്കെ റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ കാത്തുനും കൊണ്ട് പുറത്തേക്ക് നടക്കാനിറങ്ങി. അപ്പോൾ നമ്മൾ പിള്ളേരും കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഐറ്റം ആട്ടത് വേറെ ഒന്നുമില്ല, ലവ് ലാപ്പിന്റെ ആൽഫ ബേബി സ്ട്രോളർ ആട്ടത്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബേബീസിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സേഫ്റ്റി ആയിട്ടുള്ള ബെൽറ്റ് വേണം. അപ്പോൾ ഇത് 5 പോയിന്റ് സേഫ്റ്റി ബെൽറ്റ് ആട്ടോ. നമ്മൾ ഉണ്ണികളെ ഇങ്ങനെ ഇരുത്തുമ്പോൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ഉണ്ണികളെ കൈകൾ വെക്കാനായിട്ട് ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട് അവര്. അതുകൊണ്ട് തന്നെ അതൊക്കെ പിടിച്ച് അവർ ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നോളൂ. അതേപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ണികളെ കാലം അവരുടെ ഇഷ്ടത്തിന് തന്നെ വെക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ഉണ്ണികളെ ബാഗും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് ഇൽമേൻ്റെ ഒരു ബാസ്ക്കറ്റ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഉണ്ണികളെ ബാഗും ഉണ്ണികളെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റൂ കേട്ടോ. അതേപോലെ തന്നെ ഇന്നൊരു ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ നമ്മൾ ഉണ്ണികളെ കൊണ്ട് ബീച്ചിലോ കാര്യങ്ങൾ പോകുമ്പോൾ അവരെ മൊത്തം വെയിലടിക്കാതിരിക്കാനാണ്. ഇങ്ങനെ ഒരു സിബ് കൂടി തുറന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉണ്ണികൾ ഉറങ്ങുകയാണെങ്കിൽ ഇത് കെടുത്തിട്ടിട്ട് ഇവിടെ ഒരു സിബ് വരുന്നുണ്ട്. അത് തുറന്നിട്ട് ഞാൻ അവരെന്താ ചെയ്യണമെന്നൊക്കെ നോക്കാം. അവരെ എഴുന്നേക്കുണ്ടോ എന്നൊക്കെ നോക്കാൻ പറ്റും. അതേപോലെ തന്നെ കെടുത്താനും എഴുത്താനും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ 360 ഡിഗ്രിക്ക് ഇറങ്ങുന്ന വീലാണ് ഇതിനുള്ളത്. അത് മാത്രമല്ല ഇതിന് എങ്ങനെ പോയാലും ഇവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതപ്പോൾ ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്നോളും. ഹോൾഡ് ചെയ്ത് ട്രോളി പോലെ കൊണ്ട് നടക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ശേഷം നമുക്ക് ഞാൻ ട്രോളി പോലെ ഇങ്ങനെ വലിച്ചോട് വറക്കാം. നമുക്കിങ്ങനെ എടുത്തു പൊക്കി ഭാരം കൊണ്ട് നടക്കേണ്ട ആവശ്യം നമുക്ക് ഇതിന് വരുന്നില്ല. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തതിൻ്റെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും പിൻ ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പോയി പർച്ചേസ് ചെയ്ത് നോക്കുക.